പിന്നെ ഫ്ലാഷ് ഓൺ ആക്കിക്കോട്ടെ. എല്ലാരോടും പറയോ 1 2 3 4 കുടുംബ സംഗമത്തിൽ ഇതിലാണ് നല്ല വൈകി കിട്ടും. എന്താ ഷോ ഇല്ലാത്തെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. ഞാൻ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഹെഡ്ഫോൺസ് വേണം. ഞാനൊരു പാട്ട് രാവിലെ മുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇയേഴ്സ് വേണം, നമ്മൾ പറയുന്ന മൈക്ക് വേണം, നമ്മൾ പറയുന്ന മോൺ. നിനക്ക് പാടാൻ പറ്റില്ല, വേണ്ട ഞാൻ പാടാം. ഹനാൻ പെണങ്ങമത്തെ കുത്തി റെക്കോർഡ് ചെയ്ത് പാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ചെറുക്കങ്ങനെ അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ വേടന്റെ പരിപാടിക്ക് അതേപോലെ തന്നെയാണ്. ആൾക്കാരെ ചുമ്മാ വെയിറ്റ് ചെയ്യിപ്പിക്കും. ആൾക്കാർ ഇവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ടും പാട്ട് കേൾക്കാനുള്ള കൊതി കൊണ്ടും 2 മണി 3 മണി ആകുമ്പോ ഉച്ചയ്ക്ക് ലാസ്റ്റ് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് ഒരു 30 മിനിറ്റ് ആയിരിക്കും ഇവര് പെർഫോമൻസ് ചെയ്യുന്നത്. ഹനാൻ ഷാ നാട്ടുകാരെ വലിപ്പിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം പുറത്ത് പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും. പിന്നെ ഇവൻ എന്തിനാ അവിടെ വന്നേ? ഇവനെ കാണാൻ വിളിപ്പിച്ച മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല. ഇതിപ്പോ പേലി കിടന്ന് പാമ്പിന് എടുത്ത ഒരുമാതിരി മുഴുവൻ ഇപ്പൊ പറയണില്ല, ബാക്കി നിനക്കറിയാലോ. ചെറുത് കയറുമ്പോ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള 10-15 പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. പാടാതെ പോകാനുള്ള ഒരേ ഒരു റീസൺ ആ ഇവന്റുകാരാണ്. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പിയേക്കല്ലേ. ഇൻഷാല്ലാ നമുക്ക് വേറെ ദിവസം കാണാം, വേറെ ദിവസം കൂടാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും